ത്രീ സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേ സ്പെഷ്യൽ വീഡിയോസാണ്. കുറേ നാളത്തെ ആഗ്രഹങ്ങളെല്ലാം ഒന്നിച്ച് നടന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അന്നേരം ഞങ്ങളിതാ രാവിലെ തന്നെ അവിടെ തറയിൽ മണ്ണിടാൻ ആൾ വന്നിട്ടുണ്ട്, JCB വന്നിട്ടുണ്ട്. ഞായറാഴ്ച ഇടണമെന്ന് വിചാരിച്ചാണ്, ഞായറാഴ്ച അന്നേരം JCB കാരണം കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് തിങ്കളാഴ്ച രാവിലെ 8 മണിക്കാണ് കേട്ടോ JCB വന്നത്. 8 മണി സ്റ്റാർട്ടിങ് പണി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചവരെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ഏകദേശം 12 മണി വരെയൊക്കെ എടുത്തിട്ടുണ്ട് പണി. അതിലേക്ക് നമ്മളെ മുറ്റം അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയിൽ പണിയെടുത്തിന്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മരങ്ങളൊക്കെ മുറ്റത്ത് ഇഷ്ടംപോലെ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു ഞങ്ങളെല്ലാവരും. പക്ഷേ ഞങ്ങളെ മുറ്റത്തുണ്ടായ മരങ്ങളെല്ലാം പറിച്ചളയേണ്ട അവസ്ഥ വന്നു. കാരണം നമുക്ക് മുമ്പത്തേക്ക് മുറ്റം എടുക്കുമ്പോൾ എങ്ങനെയായാലും അവിടെ മരങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല കേട്ടോ. അതായത് പിന്നെ മരങ്ങൾ മുമ്പത്തുണ്ടായിരുന്ന മരങ്ങളൊക്കെ മറിച്ച് ഇതിൽ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അവിടെ വിറകൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ടാവില്ലേ, ആ മുമ്പത്ത് വിറക് അവിടെയാണ് ഇപ്പോൾ JCB മാന്തിക്കൊണ്ടിരിക്കണേ. ആ വെള്ള ടാങ്കൊക്കെ അവിടെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു വിറകൊക്കെ എടുക്കുന്ന വീഡിയോസ്, ഷാമാട്ടനും ഞാനും കൂടെ വിറകെടുക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലുള്ള തിണ്ടാണ് കേട്ടോ, ആ മുഴുവൻ ഇടിച്ച് നിരത്തി അതിലേക്കൂടെ നമുക്ക് താഴേക്ക് വഴി ഉണ്ടാക്കാൻ കേട്ടോ. അന്നേരം തറയിൽ മണ്ണിട്ടിട്ടുണ്ട്. അന്നേരം ലേശം കൂടെ അത് അവിടെ ഇടാണ്ടത്. അവരോട് JCB മണ്ണ് മാന്തി എടുത്തിട്ട് അവിടെ നിന്ന് മൊത്തം നിറച്ച് ഇങ്ങോട്ടേക്ക് തള്ളുകയാണ് കേട്ടോ ചെയ്യണത്. അടിപൊളിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇത് ഇപ്പോൾ ഒന്നും നടക്കുമെന്നൊന്നും ഞങ്ങൾ മനസ്സിൽ സ്വപ്നത്തിൽ പോലും ഇപ്പോൾ ഒന്നും നടക്കുമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. അതാണ് പറയുന്നത്, ദൈവം എന്ന് പറയുന്ന ഒരാളെല്ലാം കാണാനും കേൾക്കാനും ഉണ്ട് എന്ന് പറയുന്നത് സത്യമാണെന്നുള്ളത് ഒരു ഇതാണ് നമുക്ക്. എന്താ അറിയോ, കാരണം നമ്മൾ കുറേ നാളായി ഇത് ഇടണം, മണ്ണിടണം പെരത്തറ പണി കഴിഞ്ഞിട്ട് ഇത്ര മാസങ്ങളായി. എന്നിട്ട് തറയിൽ മണ്ണിടാൻ നമ്മളെ കൊണ്ട് കൂടണില്ല. അതാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ. കൂട്ടിയാൽ കൂടില്ല ചില സമയങ്ങളിൽ. അതുവരെ നമ്മളുള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയാണ് ഇവിടം വരെ എത്തിയത്. ലാസ്റ്റ് എത്തുമ്പോൾ നമ്മളെ അവസ്ഥ ഇതുപോലെയാവും. അങ്ങനെ നമ്മളെ വീടിൻ്റെ മണ്ണൊക്കെ അടിപൊളിയായി തറയിലിട്ടു, മുറ്റമൊക്കെ നല്ല അടിപൊളിയാക്കി നമുക്ക് വഴിയും താഴേക്ക് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് നേരെ മണ്ണിട്ട് താഴേക്ക് അടിപൊളിയായിട്ടൊരു വഴി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് പതുക്കെ ഒന്ന് കെട്ടിക്കൊടുത്തൊന്ന് കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ വീട് പണിയൊക്കെ തീർന്നിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. അന്നേരം ചുറ്റും മണ്ണൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് ലോഡും വണ്ടിയാണെങ്കിലും എന്ത് വണ്ടിയാണെങ്കിലും മെയിൻ റോട്ടിൽ നിന്ന് നേരെ നമ്മളെ മുറ്റത്തേക്ക് ഇറങ്ങി സാധനങ്ങൾ നമുക്ക് താഴെ തട്ടാട്ടോ. അതുവരെ നമുക്ക് റോട്ടിൽ ഇറക്കി വെക്കണമെന്ന് കണ്ടോ. ഇപ്പോൾ വഴി അടിപൊളിയായിട്ടുണ്ട് കണ്ടോ. ഇതാണ് നമ്മളെ വഴി കേട്ടോ, മെയിൻ റോട്ടിൽ നിന്ന് നേരെ നമ്മളെ മുറ്റത്തേക്ക് വരുന്ന വഴിയാണിത്. ആ തിണ്ടൊക്കെ ഇടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടംപോലെ മുറ്റുണ്ട് കേട്ടോ, മുമ്പത്തെ അത്യാവശ്യം നല്ല മുറ്റുണ്ട്. ഇത് സൈഡ് വശം വരുന്നതാണ്, അവിടെയാണ് നമ്മൾ അടുക്കള വരുന്ന ഭാഗമാണ് കേട്ടോ അത്. പിന്നെ അപ്പുറത്തിട്ട മണ്ണ് അവിടെ തന്നെ ഉണ്ട്, നമ്മളും അനിയൻ്റെ അവരും കൂടെയാണ് മണ്ണിട്ടത്. കാരണം പിന്നെ ആ മണ്ണ് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അത് പിന്നീട് നമുക്ക് വേണമെങ്കിൽ അവരും കൂടെ വന്നിട്ട് വേണമെങ്കിൽ അത് ഇപ്പുറത്തേക്ക് തട്ടി അവിടെ ലെവലാക്കുക, അവർക്ക് താഴേക്ക് വേണമെങ്കിൽ അങ്ങനെ ഇടാന്ന് വെച്ചാൽ നമ്മൾ ആ മണ്ണ് തൊട്ടിട്ടില്ല കേട്ടോ. ആ മണ്ണ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അന്നേരം അവിടെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളെ മണ്ണ് കൊണ്ട് തന്നെയാണ് അവിടെ ഫില്ല് ചെയ്തത് കേട്ടോ. അങ്ങനെ JCB അവിടെയൊക്കെ മൊത്തത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയൊക്കെ ഓടിച്ചതാണ്. ഈ മണ്ണ് നമ്മൾ തൊട്ടിട്ടില്ല, അതിൽ കൂടി അത് JCB ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് കൂടെ കയറി പോകുമ്പോൾ നമ്മളെ പുതിയ വഴി കൂടെ JCB കയറിപ്പോയി. ഇപ്പം നമുക്കൊരു വലിയ വണ്ടി നമ്മളെ മുറ്റത്തിട്ട് തിരിക്കാനുള്ള ഒരു സൗകര്യമായിട്ടുണ്ട് കേട്ടോ. അടിപൊളി, മനസ്സിന് ഒരുപാട് സന്തോഷം. പോയി കണ്ട് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ ഇതുപോലൊരു സ്ഥലമായി കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ വീട്ടിലേക്കൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ടോ ഒരു യാത്ര പ്ലാൻ ചെയ്തിട്ട്. കുറേ യാത്ര എന്ന് പറയാനില്ല, അത്ര ദൂരമൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറേ വർഷങ്ങളായി എന്ന് തന്നെ പറയും. എൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടതിലും ചെറിയ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ വർഷങ്ങൾക്ക് ശേഷം. കാരണം എല്ലാവരും കൂടെ ഒന്നിച്ച് പോകണമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഒന്നിച്ച് എല്ലാവരും കൂടെ പോക്കൊന്നും നടക്കത്തില്ല. കാരണം ഞങ്ങൾ വെച്ച് ഏതായാലും ഞങ്ങൾ 2 ആഗ്രഹങ്ങളാണ് ഒന്നിച്ച് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ മണ്ണിടുക എന്ന് പറയുന്നത് ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. തറപ്പണി എങ്ങനെയും ഒന്ന് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത്, അത് കംപ്ലീറ്റ് ആയി. അന്നേരം എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു, ഞാൻ പറഞ്ഞതും കൂടിയായിരുന്നു ഇവിടം വരെ പോകണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ പൊന്നുകുട്ടീൻ്റെ കൈ ഒടിഞ്ഞ കഥ ഞാൻ ഇതിൽ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൊന്നൂസിൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞാൽ വീണിട്ട് 2 എല്ല് പൊട്ടി, ഒരു കൈയിൻ്റെ 2 എല്ലും പൊട്ടി. നമ്മൾ ഈ കൈയിൻ്റെ പത്തീൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 2 എല്ല് പൊട്ടിപ്പോയിട്ട് കൈ 2 ഇങ്ങനെ കഷ്ണമായിട്ട് ഇങ്ങനെ തൂങ്ങിപ്പോയതായിരുന്നു കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ആ കൊറോണ സമയത്ത് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു സമയമായിരുന്നു. കാരണം ഡോക്ടേഴ്സൊന്നും ഇല്ല, അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥ. എവിടെ ചെന്നാലും സർജറി വേണമെന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അന്ന് 25,000 രൂപ വേണമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പിന്നെ എങ്ങനെയൊക്കെ ചെയ്ത് 25,000 എടുത്ത് കൊച്ചിൻ്റെ കയ്യല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നതായിരുന്നു. കാരണം ഓരോ പോക്കും ഞങ്ങൾക്ക് കൽപ്പറ്റ വരെ പോകണം, എല്ല് ഡോക്ടറെ കാണിക്കണമെങ്കിൽ. അന്ന് കൊറോണയും എല്ലാം കൂടെ ആയിട്ട് പോക്കും വരുത്തും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു കേട്ടോ. ആ സമയത്ത് ശ്യാമേട്ടൻ എന്ന് പറഞ്ഞാൽ ബാവലി തങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്യാമേട്ടൻ അത്രയ്ക്ക് വിശ്വാസമാണ്. കാരണം എനിക്കും വിശ്വാസം ഇല്ലാണ്ടല്ല, എനിക്ക് നല്ല വിശ്വാസമാണ്. തങ്ങളടുത്ത് നമ്മൾ ബാവലി തങ്ങൾക്ക് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആ വിളി കേൾക്കാതിരിക്കില്ല എന്നുള്ള
ഏറ്റവും പരിപൂർണ്ണ വിശ്വാസമുള്ളവരാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾക്ക് ഒന്നും രണ്ടും അനുഭവങ്ങളല്ല, ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഈ തറയിൽ മണ്ണിടുന്നതിന് മുന്നേ എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, എങ്ങനെയും ഇതൊന്നും നടന്ന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോകണം എന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു. 2 പോക്കും കൂടെ ഒന്നിച്ചായി. ഇത് തന്നെ ഞങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഈ പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ കണ്ട് നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഒരു കട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല അടിപൊളി റോഡാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ ബാവലിക്ക് പോകുന്ന നേരെ റൂട്ടാണ് കേട്ടോ. ഇത് കർണാടക മൈസൂർ അതിർത്തി ചെക്ക് പോസ്റ്റാണ്. ഇത് ബാവലി വരുന്നത് ലാസ്റ്റാണ്, വയനാടിൻ്റെ അതിർത്തിയിലാണ് നമ്മളെ ബാവലി വരുന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് 26-27 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതാ ബാവലിയിൽ എത്തിയിട്ടുണ്ട്. കഥ ഞാൻ വഴിയേ പറഞ്ഞുതരാം കേട്ടോ, ഫുൾ കഥയും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതാ ബാവലി പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അന്നേരം ഇവിടുത്തെ ഐതിഹ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനൊന്നും അറിയത്തില്ല, അതങ്ങനെ പറയുക എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പറഞ്ഞേ. പക്ഷേ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുക എന്ന് പറഞ്ഞില്ല. ഞങ്ങൾ ഹിന്ദുക്കളാണ്, പക്ഷേ നിങ്ങളെന്താണ് ഒരു മുസ്ലിം ഇതിൽ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. നമ്മളെ മനസ്സിന് ഓരോ വിശ്വാസമുണ്ട്. അയ്യപ്പസ്വാമീനെ വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിംസ് ഉണ്ട്, അതുപോലെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്ന ഒരുപാട് മുസ്ലിംസ് ഉണ്ട്. പക്ഷേ നമ്മൾ മതം ഏതോ മനുഷ്യൻ എന്തോ അതൊന്നും അല്ല നമ്മളെ വിശ്വാസം. നമ്മൾ ഏത് മതത്തിലോ ഏത് ജാതിയിലോ ആയിക്കോട്ടെ, നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, ഓരോ ദൈവങ്ങളോടുള്ളൊരു വിശ്വാസം ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾക്ക് വിളിച്ചാൽ വിളിപ്പുറത്ത് എത്തുന്ന ഒരു വിശ്വാസമാണ് കേട്ടോ ബാവലി തങ്ങൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 3:45 ഇറങ്ങിയത്. കുട്ടികളോടൊന്നും പറയാണ്ടാണ് ഈ പോക്ക് പോണത്. അന്നേരം എപ്പോഴും പോകണം പറഞ്ഞാൽ നീണ്ട് പോവല്ലേ. അന്നേരം 2 കൽപ്പിച്ച് അങ്ങോട്ട് പോയതാണ് കേട്ടോ. അതിന് വെയിൽ താന്നിട്ട് പോകാന്നുള്ള കണ്ടീഷനിലാണ് 3:45 പോയത്. ഞങ്ങൾ കറക്റ്റ് 5 മണി കഴിയുമ്പോഴത്തേക്കും അവിടെ എത്തിയിട്ടോ. ബൈക്കിനാണ് ഞങ്ങൾ പോയത്, ഞാനും കുഞ്ഞാപ്പും ശ്യാമേട്ടനും കൂടെ. അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പള്ളി കേട്ടോ, ഇതാണ് ബാവലി പള്ളിയാണിത്. ഇവിടെ ഒരു അടിപൊളി ബാവലി പുഴയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി പുഴയാണ്, വെള്ളമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ആർക്കേലും നമുക്ക് എന്തെങ്കിലും മാനസികമായിട്ട് നടക്കാത്ത കാര്യങ്ങളോ, നമ്മൾ മനസ്സിന് അസുഖം വന്നിട്ട് അവിടെ അസുഖങ്ങളൊക്കെ വന്നിട്ട് തീരെ വയ്യാതെയൊക്കെ ഡോക്ടർമാർ പോലും സർജറി വേണം എന്നൊക്കെ പറഞ്ഞ് പോയ ആൾക്കാർ, മെഡിക്കൽ കോളേജിൽ പോലും പോയി എത്തിയ ആൾക്കാർ പോലും അവിടെ മനസ്സറിഞ്ഞ് വിളിച്ച്, തങ്ങളെ മനസ്സറിഞ്ഞ് വിളിച്ച് അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് സുഖം പ്രാപിച്ച ഒരുപാട് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഐതിഹ്യ കഥകളൊക്കെ ഉണ്ട്, ഒരു അനുഭവ കഥകളും ഉണ്ട് കേട്ടോ. അത് നമ്മൾക്ക് പറഞ്ഞറിവാണ്. പക്ഷെ ഞങ്ങളെ അനുഭവമാണ് കേട്ടോ ഞങ്ങൾ ഈ പറയുന്നത്, ഞങ്ങളെ ജീവിതത്തിലുണ്ടായ അനുഭവമാണ് പറയണത്. അന്നേരം നല്ലൊരു അടിപൊളി പുഴയാണ് കേട്ടോ, അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അവിടെ. പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ഒരു മദ്രസയുണ്ട്, പിന്നെ അവിടെ കുട്ടികൾ പഠിക്കണ ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി അവിടെ നല്ല പൂക്കൾ കണ്ടപ്പോൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവിടെ ഫോട്ടോസ് ശ്യാമേട്ടനെ കൊണ്ട് 2 ഫോട്ടോസ് എടുക്കട്ടാണ് പോയി. കുഞ്ഞാപ്പുക്കുട്ടി സമ്മതിക്കണില്ല കേട്ടോ, അവൾ നിൽക്കണില്ല, ഉറങ്ങി എണീറ്റിട്ടാണ് കേട്ടോ ആൾ പോയത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി കണ്ടോ, വണ്ടി എടുക്കാൻ നിന്നപ്പോൾ അവിടെ ഒരു ആടിനെ കണ്ടു. അവിടെ ഇഷ്ടം പോലെ കാണുന്നൊരു സംഭവമാണ് ആടുകൾ കേട്ടോ. ആടിനെ ഇങ്ങനെ മേയ്ക്കാൻ വിടും. ആനയും കടുവയും പുലിയൊക്കെ ഇറങ്ങുന്ന റോഡാണ് കേട്ടോ അത്. പക്ഷേ നമ്മൾ പോകുമ്പോൾ ഒന്നും കണ്ടിട്ടൊന്നുമില്ല. സന്ധ്യ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് യാത്രയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. രാത്രികാല ഗതാഗത നിയന്ത്രണം ഉണ്ടോ എന്ന് എനിക്ക് പറയത്തില്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. അതിൽ കുഞ്ഞാപ്പുക്കുട്ടും ആടും ഭയങ്കര കമ്പനിയായി കേട്ടോ. പിന്നെ ഇത് അവിടുത്തെ പട്ടാണ് കേട്ടോ, ഒരു പച്ച പട്ടിൻ്റെ കഷ്ണമാണ്. അവിടെ നമ്മൾ വണ്ടീൻ്റെ ചാവിയൊക്കെ പൂജിച്ച് വാങ്ങിച്ച് നമുക്ക് ഈ പട്ടിൻ്റെ കഷ്ണം ഞങ്ങളെ വണ്ടിയിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇതിൽ മുന്നേ ഒരു പട്ടിൻ്റെ കഷ്ണം ഉണ്ടായിരുന്നു, ഒരു മുത്തുമാല ഉണ്ടാവും അതിൻ്റെ അകത്ത്, അവിടെ നിന്ന് ജപിച്ച് തരുന്നതാണ് കേട്ടോ. ഞങ്ങളെ പഴയ ഡിസ്കവറി വണ്ടി ഉണ്ടായിരുന്നു, അതിൽ തൊട്ടേ ഞങ്ങളെടുത്ത് അതുണ്ട്. ശ്യാമേട്ടൻ വേറെ എവിടെയും കൊണ്ടുപോയി വണ്ടീൻ്റെ ചാവിയൊന്നും പൂജിക്കില്ല കേട്ടോ. ശ്യാമേട്ടൻ ഇവിടുന്ന് അത് ഞങ്ങളെ വണ്ടിയിലുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു പരിപൂർണ്ണ വിശ്വാസമാണ്, ഞങ്ങൾക്ക് ദൈവം ഒരു ആപത്തും വരുത്തില്ല എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ശ്യാമേട്ടൻ്റെ മനസ്സിൽ അത്ര അധികം ഉള്ളത് കൊണ്ടാണ് ശ്യാമേട്ടൻ വേറെ ഒരു രീതിയിലും വണ്ടി പൂജിക്കുക അങ്ങനെയൊന്നും ശ്യാമേട്ടൻ ചെയ്യില്ല. ശ്യാമേട്ടൻ അവിടുത്തെ ആ ഒരു വിശ്വാസം അത്രമാത്രം മനസ്സിലുണ്ട് കേട്ടോ. കാരണം നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ അത്രമാത്രം വിശ്വസിക്കുള്ളൂ. അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് എന്തെങ്കിലും നമുക്ക് മനസ്സിന് അത്രത്തോളം പ്രയാസമുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും മാറാത്ത കാര്യങ്ങൾ നമ്മൾ അത്രമാത്രം വിശ്വസിച്ച് പോകണം കേട്ടോ. അല്ലാണ്ട് നമ്മളൊരാൾ പറഞ്ഞറിഞ്ഞിട്ടല്ല പോകേണ്ടത്, നമ്മളെ മനസ്സിനെ വിശ്വസിച്ച് വേണം നമ്മൾ പോകാൻ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ നടക്കും. അവിടെ ജാറ മൂടലാണ് മെയിൻ നേർച്ചയെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ പട്ട് കിട്ടും, അതവിടെ ജാറയുണ്ട്, അത് മൂടാതെ നമുക്ക് വീഡിയോസ് എടുക്കാൻ എനിക്കതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാത്തത്. അന്നേരം നമ്മൾ പോകുക, നമ്മളെ മനസ്സിനെ വിശ്വസിച്ച് ബാവലി തങ്ങളെ വിശ്വസിച്ച് നമ്മൾ എന്ത് ചെയ്താലും അത് നടക്കും എന്ന് എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അന്നേരം തിരിച്ച് വരുന്ന വഴി ഞങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മാന് ഞങ്ങളെ മുന്നിൽ ചാടിയിട്ട്, ശ്യാമേട്ടൻ അതാ മാന് പറയുന്നുണ്ട്. ഞാൻ എവിടെ മാനിനെ കാണുന്നു, ഒരുവിധം മാക്സിമം സൂം ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് ഒരു മിന്നായം പോലെയെങ്കിലും ആ മാനിനെ എനിക്ക് എത്തിക്കാൻ പറ്റിയത് കേട്ടോ. പിന്നെ എപ്പോഴും കുരങ്ങൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണേ, പക്ഷേ ഞങ്ങളിന്ന് പോകുമ്പോൾ അവിടെ ഇവിടെ മാത്രം 1-2 കുരങ്ങിനെ കണ്ടുള്ളൂ. അതും കാട്ടിലേക്ക് എത്തിയപ്പോൾ കുരങ്ങില്ല കേട്ടോ, കാട് കടഞ്ഞ് നഗരത്തിലേക്ക് എത്തിയപ്പോൾ കേട്ടോ കുരങ്ങ് വന്നത്. അതാണ് പറഞ്ഞത്, അതുങ്ങൾക്ക് പോലും കാട്ടിൽ താമസിക്കേണ്ട, ഇതുങ്ങൾക്ക് നരകത്തിലേക്ക് നരകമാണല്ലോ, നഗരം എന്ന് പറയുന്ന നരകം പോലെയാണല്ലോ, അവിടേക്ക് തന്നെ വന്നാൽ മതി എന്ന് പറയുന്നത് തോന്നുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് ഞങ്ങൾ തിരിച്ചു അവിടെ നിന്ന് ഒരു 5:30 ആയപ്പോഴത്തേക്ക് തിരിച്ചു. അവിടെ ഉസ്താദിനോട് കുറേ നേരം സംസാരിച്ചു. നമ്മളെ ചാനലിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉസ്താദ് നമ്മളെ ചാനലൊക്കെ നോക്കി കണ്ടുണ്ടോ കുരങ്ങതാ നമ്മൾ ഇങ്ങോട്ട് എത്തി, ടൗണിലേക്ക് എത്തിയിട്ടോ, കാട്ടിക്കുളം ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. കാട്ടിക്കുളം കഴിഞ്ഞിട്ടാണ് കേട്ടോ ബാവലിക്ക് പോകുന്നത്. നമ്മൾ നേരെ പോരുവാണ് കേട്ടോ. ഇപ്പോൾ സമയം 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളൊരു 6:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ 6:30 ആകുമ്പോഴത്തേക്കും വീടെത്തിയിട്ടോ. 6:30 7 6:45 ആകുമ്പോഴത്തേക്കൊക്കെ വീടെത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് നമ്മളിങ്ങനെ വരുമ്പോൾ വഴിയോരത്തൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ. കാരണം ഒത്തിരി യാത്ര അങ്ങനെ പോകുന്ന വഴിയല്ലേ. അന്നേരം ഒത്തിരി വിനോദസഞ്ചാര കേന്ദ്ര അങ്ങനെ ഈ ബാവലിയിലേക്കായിട്ട് തന്നെ ഒരുപാട് വിനോദസഞ്ചാരം എന്നായിട്ടല്ല, ബാവലിയിലേക്കായിട്ട് തന്നെ. പിന്നെ മൈസൂർ അങ്ങോട്ടൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന ആൾക്കാരൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കടകളുണ്ട് റോഡ് സൈഡിൽ. ബാവലിയിലേക്ക് തന്നെ ഒരു ദിവസം 1000-ൻ്റെ മുകളിൽ ആൾക്കാർ അവിടെ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മളെ മുസ്ലിംസുകൾ മാത്രമല്ല, ഹിന്ദുക്കളും എല്ലാ മതവിശ്വാസപ്പെട്ട ആൾക്കാരും അവിടെ പോകുന്നുണ്ട്. അവിടെ പിന്നെ കുട്ടികൾ നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു 10-15 കുട്ടികൾ അവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അന്നേരം ഞങ്ങൾ പൊന്നൂസിൻ്റെ കൈ ഒടിഞ്ഞ സമയത്ത് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അന്നദാനം എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളെക്കാൾ കഴിയുന്ന ഒരു ചെറിയ തുക, അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണത്തിന് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ തുക, അന്നേരം അത് അവിടെ കൊടുക്കാമെന്നായിരുന്നു ഞങ്ങൾ നേർന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങളാൽ കഴിയുന്ന കേട്ടോ, ഒരുപാട് വലിയ തുക എന്നാലും ഒരു ചെറിയ പൈസയാണ്. അത് അവിടെ കൊടുക്കാമെന്നായിരുന്നു ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നേരം അത് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരു മനസ്സമാധാനം ഉണ്ടായില്ല. നേർച്ചക്കട ഒരിക്കലും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ് പറയുക. അന്നേരം അത് കൊടുത്തപ്പോൾ മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷമൊക്കെ തോന്നിയിട്ടാണ് കേട്ടോ തിരിച്ച് പോരണേ. ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചൊരു സന്തോഷത്തിലാണ് തിരിച്ച് പോരുന്ന വഴിയോരത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ പൈനാപ്പിൾ വാങ്ങി, മാങ്ങ വാങ്ങി, ഇവർ രണ്ടുപേരും തേൻ-നെല്ലിക്ക വാങ്ങിച്ചു. എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ളതും വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. കുട്ടികൾക്കും പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ് കേട്ടോ വാങ്ങിച്ചത്. മാങ്ങ അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, പൈനാപ്പിളാണ് എനിക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. എന്നിട്ട് ഇങ്ങനെ കാണുമ്പോൾ അതൊന്നും വാങ്ങി തിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കടല. നമ്മൾ എപ്പോഴും ഒന്നും ഇങ്ങനെ പോകണില്ലല്ലോ. അന്നേരം പൊന്നൂസിനെയും കൊണ്ട് എന്തായാലും പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അന്നേരം അവർക്ക് വേണ്ടി നമ്മൾ വെച്ച നേർച്ചയല്ല. അന്നേരം അവരെയും കൊണ്ട് പോകാണെങ്കിൽ ഇപ്പോൾ ബസ്സിനെ പോക്ക് നടക്കത്തുള്ളൂ. അന്നേരം സ്കൂൾ പൂട്ടുമ്പോൾ രണ്ടുപേരെയും കൂട്ടി ബസ്സിനൊന്ന് പോകണം. ബസ്സിന് അവിടെ പോയാൽ നമുക്ക് കറക്റ്റ് മാനന്തവാടിയിൽ നിന്ന് ബസ് കയറി കഴിഞ്ഞാൽ ബാവലി കറക്റ്റ് അവിടെ കൊണ്ടുപോയി നമ്മൾ ബാവലി പള്ളീൻ്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ബസ് നിർത്തി തരും കേട്ടോ. അതായത് നമുക്ക് പോകണം, എന്തായാലും കുട്ടികളെയും കൂട്ടിയിട്ട് ഒന്ന് പോകണം. വെക്കേഷൻ എന്തായാലും പോകണമെന്ന് മനസ്സിലാഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളെ കാലാവസ്ഥ അന്തരീക്ഷം മാറി വരുന്നുണ്ട് കേട്ടോ. ഫുൾ നമ്മൾ മാനന്തവാടി ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഫുൾ കോടയും മഞ്ഞും ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഏകദേശം കാട്ടിക്കുളമൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ, മാനന്തവാടിയിലേക്ക് എത്താനായിട്ടുണ്ട്. ഇങ്ങോട്ടേക്കും കാലാവസ്ഥ കണ്ടോ, മൊത്തം കോടയും തണുപ്പുമായി തുടങ്ങിയിട്ടോ. നല്ല കോട മൂടുന്നുണ്ട്. ആർക്കേലും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നേരെ കണ്ടോ, മുകളിലേക്കൊക്കെ ഇഷ്ടംപോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ കാണാൻ. അവിടെയൊക്കെ മണ്ണെടുത്തിട്ട് ഫുൾ ബിൽഡിങ്ങുകൾ വരാൻ കേട്ടോ. നമ്മളെ നാട്ടിലൊന്നും കൃഷി സ്ഥലങ്ങൾ ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഫുൾ നികത്തി വലിയ വലിയ വീടുകളും കോട്ടേഴ്സുകളൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പിന്നെ നമ്മളിതാ നേരെ മാനന്തവാടി ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. നേരെ ഞങ്ങൾ ചുറ്റി ഒരു ക്രോസ് വഴിക്കാണ് ഇങ്ങോട്ട് വന്നത്. അന്നേരം നേരെ ടൗൺ എത്തിയിട്ടുണ്ട്. ടൗണിലെത്തിയപ്പോൾ തന്നെ ഇതുണ്ടോ, ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കുറവുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴി കുട്ടികൾക്ക് കുറച്ച് ഓറഞ്ച് മേടിക്കാമെന്ന് വെച്ച് റോഡ് സൈഡിൽ തന്നെ കുറച്ച് ഓറഞ്ചൊക്കെ മേടിക്കാൻ കേട്ടോ. അന്നേരം കുഞ്ഞാപ്പുക്കുട്ടി മുന്തിരി വേണമെന്നാണ് പറയുന്നത്. അന്ന് മുന്തിരി കൊടുത്തതോടെ മുന്തിരി കൊടുക്കാനുള്ള പൂതി ഞങ്ങൾക്ക് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മുന്തിരി കൊടുത്തിട്ടില്ല, വാങ്ങിച്ചിട്ടില്ല. ഓറഞ്ചാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷേ ഓറഞ്ച് മധുരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്ന ഓറഞ്ച് വീട്ടിലെത്തി നോക്കുമ്പോൾ ഫുൾ പുളിയായിരുന്നു കേട്ടോ. അന്നേരം പുളി നാരങ്ങയായിരുന്നു, പുളി ഓറഞ്ചായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നേരെ നമ്മളിതാ തലപ്പുഴ എത്താനായിട്ട് പോവാണ് കേട്ടോ. തലപ്പുഴ എത്താൻ പോകുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനറിയോ, ആ കടുവ ഇറങ്ങിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു ഈ വീഡിയോ ഇങ്ങനെ ഓണാക്കി പിടിച്ചുകൊണ്ട് പോകുന്നത് കേട്ടോ. നമ്മളെ തലപ്പുഴയിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കടുവ കടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. ഈ ഭാഗം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നെയാണ്. അന്നേരം ഞാനിത് എടുക്കാൻ നിങ്ങൾക്ക് കറക്റ്റ് പോർഷൻ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത്രയും നേരം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ പുറകിൽ കൂടെ അറിയുന്ന ആൾക്കാരിങ്ങനെ ഓട്ടോറിക്ഷയിൽ വന്നപ്പോഴേ വിളിച്ചപ്പം എനിക്ക് ആകപ്പാടെ മടിയായി, ഞാൻ നിർത്തിയിട്ടോ. ഇതാണ് എഞ്ചിനീയറിംഗ് കോളേജ്. അവിടെയൊക്കെ കുട്ടികൾ, ഇവിടെയൊക്കെയാണ് കേട്ടോ കടുവ ഉള്ളത്. ഈ ഒരു ഭാഗത്താണ് കടുവ ഉള്ളത്, ഈ ഒരു ഭാഗമാണ് കേട്ടോ. ആരെ കണ്ടോ, ഈ പള്ളീൻ്റെ ഇതാ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പാൽ സൊസൈറ്റി കാണാം നിങ്ങൾക്ക്. ഞാൻ ആ ഭാഗം വീഡിയോ എടുക്കുന്നില്ല, ഇതിൻ്റെ കുറച്ചുകൂടെ അപ്പുറത്തേക്കാണ് കേട്ടോ. അന്നേരം ഈ ഒരു ഭാഗമൊക്കെ ഇപ്പോൾ കടുവ പ്രശ്നമുള്ളൊരു ഭീതിയുള്ളൊരു പ്രദേശമാണ്. ഇവിടെയാണ് ഇപ്പോൾ. ഇതിൻ്റെ അപ്പുറത്ത് മോൾ ഭാഗത്ത് എസ്റ്റേറ്റ് ആണ്, താഴ്ഭാഗത്ത് കുറേ വീടുകളുടെ അപ്പുറത്തൊരു കോളനി ഉണ്ട്. അന്നേരം അവിടങ്ങളിലാണ് ഇപ്പോൾ ആശാൻ കടന്ന് കറങ്ങണത്. അന്നേരം ഇയാൾ എവിടേക്ക് എപ്പോൾ വേണമെങ്കിലും പ്രത്യക്ഷപ്പെടാം കേട്ടോ. അതാണ്ട് അതാ അവിടെ ഇങ്ങനെയാണ് കേട്ടോ പാൽ സൊസൈറ്റി. കുറച്ചുകൂടെ അങ്ങോട്ടേക്ക് പോകണം. അതുകൊണ്ട് അവിടെ എത്തിയപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലാണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ആൾ. ഇന്നലെ എവിടെയാണ് എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല.
അത് ആ ഭാഗം കറക്റ്റ് എത്തിയപ്പോൾ എനിക്ക് നിങ്ങൾക്ക് വീഡിയോസ് എടുത്ത് കാണിച്ചു തരാനും പറ്റിയിട്ടില്ല. അതാണ് പറ്റിയത്. അന്നേരത്തെ നമ്മൾ നേരെ തലപ്പുഴ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഒരാൾ നമ്മൾ വെള്ളം മേടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ ബബിൾസ് കണ്ടിട്ട് കൊണ്ടുപിടിച്ചതാണ് കേട്ടോ. പിന്നെ ബബിൾസ് ഞാൻ തലപ്പുഴ എത്തിയിട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഒരു ബബിൾസിൻ്റെ ബോട്ടിലും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആളിപ്പോൾ ഹാപ്പിയാണ് കേട്ടോ. അന്നേരം ഞങ്ങൾ നേരെ നമ്മളെ കുറുക്കിലെത്തിയിട്ടുണ്ട്. നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അന്നേരം മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരലും കുളിക്കലും ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ചക്കര ഞങ്ങളെ വണ്ടീൻ്റെ ഒച്ച കേട്ടതേ താഴേന്ന് ഓടിപ്പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂക്കുട്ടി ഇതാ കുറേ നേരം വണ്ടിയിൽ യാത്ര ചെയ്തതിൻ്റെ ഒരു നടത്തത്തിലൊക്കെ ഒരു ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട് കേട്ടോ ആൾക്ക്. അന്നേരം ചേച്ചീനെ കണ്ടിട്ട് മൾബറി കാണിച്ചു കൊടുക്കാം കേട്ടോ. അന്നേരം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എല്ലാവർക്കും ഒക്കെ